Alhamdulillah Alhamdulillahilladzi hadana li hadha Allahumma innaka qahhar taqahharta bil qahri wal qahru bi qahri qahrik ya qahhar ya Allah ya jalil tajallalta bil jalali wal jalalu bi jalali jalalika ya jalil ya Allah ya nur tanawwarta bi nuri nurika ya nur ya Allah a'udzu billahi minasy syaithanir rajim bismillahirrahmanirrahim innas salata tanha 'anil fahsya'i wal munkar sadaqallahu maulana al-'azim وقال النبي صلى الله عليه وسلم الصلاة مفتاح الجنة يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير بود در انجیل نام مصطفیٰ بود در انجیل نام مصطفیٰ آن سرتے انبر بحر صفا آن سرتے انبر بحر صفا تو زندہ ہے واللہ تو زندہ ہے واللہ میرے چشم عالم سے چھپ جانے والے میرے چشم عالم سے چھپ جانے والے اسلام آئی جنی چورے മുസൽമാനായി പിറന്നോരേ നിസ്കാരം വെടിഞ്ഞിട്ട് നടന്നിടുന്നോരേ നാഥനെ മറന്നിടുന്നോരേ ഇസ്ലാമായി ജനിച്ചോരേ മുസൽമാനായി പിറന്നോരേ നിസ്കാരം വെടി
അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചു, ആരംഭപ്പൂനബി പഠിപ്പിച്ചു. അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചു, ആരംഭപ്പൂനബി പഠിപ്പിച്ചു. ആയിരമായിരം അനുഗ്രഹങ്ങൾ അല്ലാഹ് നമ്മൾക്കായി ഭൂമിയിൽ സൃഷ്ടിച്ചു. ആയിരമായിരം അനുഗ്രഹങ്ങൾ അല്ലാഹ് നമ്മൾക്കായി ഭൂമിയിൽ സൃഷ്ടിച്ചു. ഇസ്ലാമായി ജനിച്ചോരേ, മുസൽമാനായി പിറന്നോരേ, നിസ്കാരം വെടിഞ്ഞിട്ട് നടന്നിടുന്നോരേ, നാഥനെ മറന്നിടുന്നോരേ. ശ്രേഷ്ഠ സമ്പന്നരായ സാദാത്തുക്കളെ, ഈ നല്ല മജ്‌ലിസിൽ വന്നെത്തിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ സംഗമം മുന്നെടുക്കൽ പൊരുത്തമുള്ള ഒരു നല്ല സംഗമമായി കബൂലാക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, ഇന്ന് ഈ മജ്‌ലിസുമായി ബന്ധപ്പെട്ട് മഹാനായ ബാവ ഫഖീർ വലിയുല്ലാഹിയുടെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ച മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നാളെ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുവാൻ അല്ലാഹു ഈ മജ്‌ലിസ് നമുക്ക് കാരണമാക്കി തരട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെയൊക്കെ അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കി പരിലസിപ്പിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഇന്നിവിടെ വന്ന സമയത്ത് അബ്ബാസ് സാഹിബിൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു പോയെന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ഖബർ നീ സ്വർഗീയമായ അനുഭൂതിയുള്ള ഖബറാക്കി മാറ്റണേ റഹ്മാനെ. ആ കുടുംബത്തിൻ്റെ വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അവിടെയുള്ള ഉമ്മാക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ മരണപ്പെട്ടു പോകും. ആര് എപ്പോൾ മരിക്കുമെന്നൊന്നും പറയാൻ കഴിയുന്നില്ല. എപ്പോൾ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പറയുമ്പോൾ ചിലപ്പോൾ ഈ രാത്രി മരിച്ചുകൊണ്ട ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഈ രാത്രി മരിച്ചു പോകുന്ന ആൾക്കാർ ഈ സദസ്യം ഉണ്ടാവും. നാളെ രാവിലെ മരിക്കേണ്ട ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. നാളെ ഈ സമയത്ത് ഖബറിൽ കിടക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അങ്ങനെ അങ്ങ് പറഞ്ഞു കടുത്ത പറച്ചിലായി. അത് പറയാം. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാരക്കാമണ്ഡപം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വാഴന്നു പോയി. സഹോദരങ്ങളെ, 2 ദിവസം വാഴന്നുണ്ടായി. ഒന്നാമത്തെ ദിവസം വാഴന്നു പോയി. രണ്ടാമത്തെ ദിവസം വേദി വന്നപ്പോൾ, രണ്ടാമത്തെ ദിവസം വേദിയിലെത്തിയപ്പോൾ അവിടുത്തെ കുട്ടികൾ എൻ്റെ അടുത്ത് കത്തുകൊണ്ട് തന്നു. ഉസ്താദെ, നമ്മുടെ മജ്‌ലിസിൽ ഇന്നലെ വാഴ വെക്കാൻ വേണ്ടി വന്ന 35 വയസ്സുകാരനായ സയ്യിദ് അൻസാരി രാത്രി വാഴ കഴിഞ്ഞേച്ച് ബിസിനസിൻ്റെ ആവശ്യാർത്ഥം തമിഴ്നാട്ടിലെ കളിക്കാവള റൂട്ടിൽ പോയപ്പോൾ എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ച് 35 വയസ്സുകാരൻ മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറയണത്, ഞാൻ അന്നും വാഴ പറഞ്ഞപ്പോൾ മരണത്തെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം ഒന്ന് സദസ്സിലുണ്ട്.
ദ്വാരന്നപ്പോൾ അപകട മരണങ്ങളെ പറ്റി ദ്വാരന്നു അദ്ദേഹം അപ്പോഴും സദസ്സിലുണ്ട്. ഒരിക്കൽ പോലും അദ്ദേഹം ആലോചിച്ചിട്ടില്ല ഇതെന്റെ അവസാനത്തെ രാത്രിയാണ്. ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല നാളെ ഈ സമയത്ത് ഞാൻ മരിച്ചു പോകും. ഇതുപോലെയാണ് ഇവിടെ. ഞാൻ എന്നിപ്പോ നിങ്ങളോട് പറഞ്ഞു നാളെ മരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. നാളെ ആരെങ്കിലും മരിച്ചോയാ മരിപ്പിച്ചു എന്ന് പറയുന്നത് അയാൾ ഹസസായി പോറ ഇങ്ങനെ വാദം വിളിപ്പിക്കേണ്ട കുറെ ആൾക്കാർ മരിച്ചു. അങ്ങനെയൊന്നും വേണ്ട. ഖുർആൻ പറഞ്ഞു അവന്റെ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. സമയത്ത് കഥയുള്ളൂ. ഇപ്പൊ അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, മദ്രാസിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ നല്ല ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു എഞ്ചിനീയർ, അയാള് ലീവായിരുന്നു, അവധിയായിരുന്നു, അവധി ദിവസമായിരുന്നു. പക്ഷേ വീട്ടിൽ പോകേണ്ട ആള് വീട്ടിൽ പോയില്ല. 3 ദിവസം തുടർച്ചയായിട്ട് അവധി ഉണ്ടായിരുന്നു. ലക്ഷറി ഫ്ലാറ്റിന്റെ അകത്തളത്തിൽ അദ്ദേഹം താമസിക്കാം. ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ല. ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് 3 ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ഫ്ലാറ്റുകാരൻ പുറത്തിറങ്ങുമ്പോ നാറ്റം, ഭയങ്കരമായ നാറ്റം. സഹോദരങ്ങൾ, ഈ അടുത്ത സംഭവമാണ്. പൂച്ച വല്ല ചത്ത് കിടക്കാണോ? അല്ലല്ല, പൂച്ച ചത്ത് കിടന്നാൽ ഇത്രയും നാറ്റം ഉണ്ടാവില്ല. എലി, പെരിച്ചാഴി, വലിയ എലി. പെരിച്ചാഴി തന്നെയല്ലേ വലിയ എലി? പറയാ വേറെ എന്തെങ്കിലും പറയോ? പറയാന്ന് പഠിക്കട്ടെ, വാക്ക് പഠിക്കും. കാസർഗോഡുകാർ പെരിച്ചാഴിക്ക് വേറെ എന്തെങ്കിലും പറയാ. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ നോക്കിയപ്പോ തൊട്ടടുത്ത ഫ്ലാറ്റിന്റെ വിൻഡോ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അയാൾ പോയി തുറന്നു നോക്കിയപ്പോ ഒരാളിങ്ങനെ ഇരിക്കുന്നു, കാലൊക്കെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച്. ഇതുപോലൊരു ഈ ടിപ്പോയിൽ കാലിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച്. വലിയ സ്റ്റാർ TV, അതിനകത്ത് സിനിമാറ്റിക് ഡാൻസ് നടക്കുകയാണ്. അപ്പോഴും പുള്ളിക്കാർക്ക് അറിഞ്ഞില്ല നമ്മളെ ഓണർ മരണപ്പെട്ടു പോയ കാര്യം. TV അറിഞ്ഞില്ല, ടെലിവിഷൻ അറിഞ്ഞിട്ടില്ല. അതപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം മരണപ്പെട്ടു പോയി. 3 ദിവസമായി. പിന്നെ എങ്ങനെ കബറടക്കിയ അയാളെ? ഇങ്ങനെ വെച്ച്. കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാലൊക്കെ അങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച്. അങ്ങനെ തന്നെ കബറടക്കി. തൊട്ടടുത്ത് കുറച്ച് നട്സും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ബിയറിന്റെയോ മറ്റോ കുപ്പിയൊക്കെ അടുത്തിരിപ്പുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കും അയാളുടെ ദൗർഭാഗ്യം. അയാൾ എപ്പോഴാണ് മരിച്ചത്? വെള്ളം അടിച്ച് ടെലിവിഷന്റെ ബർക്കത്താക്കപ്പെട്ട ടെലിവിഷന്റെ ഫ്രണ്ടിൽ ഇരുന്ന് സിനിമാറ്റിക് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കവേ ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, പടച്ചോൻ പണി തരാൻ ഉദ്ദേശിച്ച ചിലപ്പോ അങ്ങനെയൊക്കെ പണി തരും. എത്രയോ ആളുകൾ കണ്ടിട്ടില്ലേ, അജ്ഞാത മൃതദേഹങ്ങളായി മോർച്ചറികളിൽ പത്രത്തിൽ വാർത്ത കൊടുക്കും. ഒരു അജ്ഞാത മൃതദേഹം. ഞങ്ങളുടെ നാട്ടിലൊരു ബൈക്കുകാരൻ, അയാൾ വളവ് കഴിഞ്ഞ് പോയപ്പോ അങ്ങനെ വീണുപോയി താഴെ. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവൻ്റെ ആളുടെ കിടന്ന് മരിച്ചു. എപ്പോ മരിച്ചാലും അല്ലാഹു ആഖിബത്ത് നന്നാക്കി നമ്മളെയൊക്കെ മരിപ്പിക്കുമാറാകട്ടെ. നമ്മൾ മോശക്കാരും തെറ്റുകാരും കുറ്റക്കാരുമാരും നന്മയും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷേ ഇത്തരം മജ്‌ലിസുകളിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആമീൻ കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയാലോ. അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഈ മജ്‌ലിസിലേക്ക് കടന്നിരിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ എപ്പോഴും എല്ലാ സദസ്സിലും പറയാറുള്ളത് പോലെ പുന്നാര ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമിലോകത്ത് 2 സ്വർഗ്ഗമുണ്ട്. ഒന്നാമത്തെ സ്വർഗ്ഗം ഏതാണ്? എൻ്റെ ഖബറു ശരീഫിന്റെയും എൻ്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം മദീനയിൽ. മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറു ശരീഫിന്റെയും എൻ്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗ്ഗമാണ്. സ്വർഗീയാരാമങ്ങളിൽ പെട്ട ആരാമമാണ്.
അതെവിടെയാണ്? മദീനയിലാണ്. സ്പോർട്ടിംഗ് ലൈറ്റ് ലവ് ഓഫ് മദീന, ചാമിംഗ് സോങ്സ് ലവ് ഓഫ് മദീന, ക്യാച്ചിംഗ് ഡെപ്ത് ലവ് ഓഫ് മദീന. മദീന ഭൂമി ലോകത്ത് രണ്ടാമതൊരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ, സ്വർഗം എവിടെയാണെന്നറിയുമോ? അൽ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമ പറയുന്ന മജ്ലിസ്, വിജ്ഞാനം പറയുന്ന സദസ്, അത് സ്വർഗമാണ്. സ്വർഗീയ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ്. നമുക്ക് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിന്റെ പുണ്യം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രാത്രി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ രാത്രി. നമ്മളിങ്ങനെ ആ കടയിൽ പോയി ജ്യൂസ് കുടിച്ച്, ഈ കടയിൽ നിന്ന് ഐസ് കുടിച്ച്, അപ്പുറത്ത് പോയി ഐസ്ക്രീം കുടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള എല്ലാ ഹെൽമെറ്റിന്റെ മജ്ലിസിനൊക്കെ മൂല്യം കൽപ്പിക്കണം. ഒരുപക്ഷെ പറയുന്നയാൾ യോഗ്യതയില്ലാത്ത ആളായിരിക്കാം. ഒരു വലിയ മഹാൻ, അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ഒരു മനുഷ്യന്റെ പ്രസംഗം. എന്താണ് നിങ്ങളിങ്ങനെ പൂവം വിളിക്കുകയൊക്കെ ചെയ്യുന്നത്? പ്രായം കുറഞ്ഞൊരു മനുഷ്യനിങ്ങനെ വാഴ്ന്നു പറയാം. മഹാനവറുകൾ ആ മനുഷ്യന്റെ അടുത്ത് പോയിരുന്നു വാഴ്ന്നു വെക്കാൻ. ശൈഖവറുകളെ, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞൊരു മനുഷ്യൻ പ്രഭാഷണം നടത്തുന്നു. അതും നിങ്ങൾ ഒരുപാട് തവണ കിതാബിൽ കണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് തവണ ജനങ്ങൾക്ക് വഴതു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, അത് തന്നെയല്ലേ അദ്ദേഹവും പറയുന്നത്. നിങ്ങൾ എന്താണ് ഇങ്ങനെ സശ്രദ്ധം സാഗൂതം പഞ്ചപുച്ഛമടക്കി ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ? നേരത്തെ മഹാൻ പറഞ്ഞു, ശൈഖുകൾ പറഞ്ഞു, ഒരു ശ്രോതാവിന്റെ ഹക്ക്, ഒരു ശ്രോതാവിനൊരു ഹക്കുണ്ട്. ആ ഹക്ക് ഞാൻ പാലിക്കുകയാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, നിസ്കാരം അള്ളാഹുവിന്റെ സൽക്കാരം എന്ന വിഷയത്തെ അധികരിച്ചു വേണം നമുക്ക് സംസാരിക്കാൻ. അള്ളാഹു ഹക്ക് പോലെ പറയുവാനും അത് കേട്ട് നിസ്കാരം നിലനിർത്തുന്നവരായി ജീവിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബൂ ദർദ ഗിഫാരി റളിയല്ലാഹു അൻഹു, പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഒരു സസ്യം, ഒരു ചെറിയൊരു മരം, ആ മരത്തെ ഇമാം അബൂ ദർദ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ദർദ കണ്ടോ, ഒരു ഉണങ്ങിയ മരം, അതിലെ ഇലകൾ മുഴുവനും ഉണങ്ങിയിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വൃക്ഷത്തെ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലുള്ള ശിഖരങ്ങളിലുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞ് താഴേക്ക് വീണു. ഈ രംഗം കണ്ടപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ദർദിനിൽ ഗിഫാരി. കേൾക്കണില്ല? അവ്യക്തതയുണ്ട്. മനസ്സിലായി? എന്ത് ചെയ്യും? അടുത്ത് നിന്ന് ആൾക്കാരെ ചെവിയെ കാണിച്ചു പോകും. ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ അങ്ങേരെ പ്രസംഗത്തിന് പോയിരുന്ന ബോക്സിന്റെ അടുത്ത് പോയി ഡയഫ്രോം കാണിച്ചു പോയ നാളെ ഈ സ്പെഷ്യലിസ്റ്റിനെ കാണാനും ആരും പോകണ്ട. ഈ ഉമ്മമാരുടെ വർത്താനം ഇങ്ങനെ പറയണ്ടാവും. എടി ആയിഷ, നീ അറിഞ്ഞ എന്താണ്? മറ്റേ സുബൈദ രണ്ടാമത് പ്രസവിച്ച്. ഏത് സുബൈദ? അയ്യോ, രണ്ടാമത് പ്രസവിച്ചു. അവൾ ഇന്നലെ ഒന്ന് പ്രസവിച്ചതാ. എന്താന്നറിയാൻ വീണ്ടും പ്രസവിച്ചെന്നേ ഇങ്ങനെ പറയാണ് കഥ. ഇങ്ങനത്തെ ഉറൂസിനൊക്കെ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ വന്ന് കൂടുക. അപ്പോ ശബ്ദം ഇങ്ങനെ കേൾക്കും, അതൊന്നും കേൾക്കാൻ പറ്റൂല. സംസാരിക്കാതിരിക്കുക. ഉമ്മമാരെവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുത്താണോ? അകലെയാണോ? ഉമ്മമാരെ ശ്രദ്ധിച്ചിരിക്കും. കുറച്ചു നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട്. എന്താണ് പറഞ്ഞു വന്നപ്പോ നമ്മള് അബൂ ദർദിനിൽ ഗിഫാരി, അബൂ ദർറേ, ആ മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞത് കണ്ടോ? ഞാൻ ആ ഉണങ്ങിയ മരച്ചില്ലയിൽ പിടിച്ചു കുലുക്കിയപ്പോൾ ആ മരച്ചില്ലയിൽ നിന്ന് ഉണങ്ങി നിന്ന ഇലകൾ അത് താഴേക്ക് വീണത് കണ്ടോ? അതുപോലെ 5 നേരം
നേരം കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ ഫതഹാഫത അൻഹു ദുനൂബുഹു ഫതഹാഫത അൻഹു ദുനൂബുഹു കമാ തഹാഫത്തിൽ വറഖു അൻ ഹാദിഹി ശജറ. ആ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞതുപോലെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പൊഴിച്ചു കളയും. അബൂദർറേ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ ഉണങ്ങിയ വൃക്ഷശിഖരം പിടിച്ചുലച്ച് അതിലെ ഇലകൾ താഴോട്ട് വിപതിച്ചു വീണപ്പോൾ ആ ഇലകളെ നോക്കിയിട്ട് ഉദാഹരിച്ചുകൊണ്ട് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ ഇലകൾ കൊഴിഞ്ഞു വീണതുപോലെ നിന്റെ പാപങ്ങളെ ഭക്തിയാദര പുരസ്സരം മുഅ്മിനായ മനുഷ്യ നിന്റെ നിസ്കാരത്തിലൂടെ തീർച്ചയായും നിസ്കാരം എല്ലാ മ്ലേച്ഛതകളിൽ നിന്ന്, എല്ലാ തോന്നിവാസങ്ങളിൽ നിന്ന് മനുഷ്യനെ പ്യൂരിഫിക്കേഷൻ സംശുദ്ധിയാക്കുന്നതാണ്, പരിശുദ്ധമാക്കുന്നതാണ്. സഹാബത്തെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നു എന്ന് സങ്കൽപ്പിക്കുക. ആ നദിയിലൂടെ നിങ്ങൾ എല്ലാ ദിവസവും 5 നേരം കുളിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ നിങ്ങളുടെ ശരീരങ്ങളിൽ എവിടെയെങ്കിലും വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? ഇല്ല നബിയേ. ഇതുപോലെയാണ് 5 നേരം കൃത്യമായി നിസ്കരിച്ചാൽ നമ്മൾ സംശുദ്ധരാകുന്നതാണ്. എന്നാൽ എത്ര വട്ടം അല്ലാഹു വിളിക്കുന്നു, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂ. സുബഹിയുടെ മിനാരം, സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട നേരത്ത് അന്താരാഷ്ട്രത്തിൽ കയ്യും കയറ്റി വെച്ച് കിടന്ന് 4 കാലികളെക്കാൾ അതപ്പതിച്ച് ഉറങ്ങുകയാണ്. നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചുറങ്ങുകയാണ്. നിങ്ങൾ എന്തോ ഒരു അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ചു. അവരാരാണ്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാത്തൊരു വിഭാഗം, അവർക്ക് ഖൽബുകളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ആദാനുൻ ലാ യസ്മഊന ബിഹാ, അബ്സാറുഹും ലാ യുബ്സിറൂന ബിഹാ, ഉലൈക കല്ലൻആം ബൽ ഹും അളൽ, ബൽ ഹും അളൽ, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ഖുർആൻ പറയുകയാണ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർക്ക് കണ്ണുകളുണ്ട്, അവർക്ക് കാതുകളുണ്ട്, അവർ ചിന്തിക്കുന്നേയില്ല, അവർ കേൾക്കുന്നുണ്ട്. ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ പാസായി പോകുന്നുവെന്നല്ലാതെ അവര് കേൾക്കേണ്ടതുപോലെ ബാങ്ക് കേൾക്കുന്നില്ല. നന്മയുടെ വിളിയാളങ്ങളെ കേൾക്കുന്നില്ല.
കാര്യങ്ങൾ അവരറിയുന്നില്ല, കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവരാരാണ്? മൃഗങ്ങളെ പോലെ അതപ്പതിച്ചവരാണ്. അല്ല, മൃഗങ്ങളെക്കാളും അതപ്പതിച്ചവരാണ്. എത്ര വട്ടമാണ് ബാങ്ക് വിളിക്കുന്നത്? ഒരു വട്ടമാണോ? അല്ലാഹ് വിളിച്ചില്ലേ? സ്വർഗത്തിലേക്ക് വാടാ മോനെ. 21 വയസ്സുകാരനായ എന്റെ പ്രിയപ്പെട്ട അനുജ, 19 വയസ്സുകാരനായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് എത്ര വട്ടമാ നിന്നെ വിളിച്ചത് സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി? സ്വർഗത്തിലേക്ക് നിന്നെ വിളിച്ചിട്ട് നീ വന്നില്ല സഹോദരാ. വിജയത്തിലേക്ക് വിളിച്ചിട്ട് നീ വന്നില്ല സഹോദരാ. അള്ളാഹു ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 5 തവണ എന്നെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങി വെച്ച അദാനിന്റെ വരികൾ എന്നെ നിങ്ങളെ വിളിച്ചു. സ്വർഗത്തിലേക്ക് വാ, സ്വർഗത്തിലേക്ക് വാ. അവിടുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും കിളക്കണ്ട പൂട്ടുണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും നീയതിൽ അറിയണ്ട. വിജയത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂ. നേരത്തെ നിന്റെ ഫോൺ നിന്റെ ചെവിക്കാത്ത നീ അപ്പൊ സിനിമാറ്റിക് ഡാൻസ് അത് കണ്ടുകൊണ്ടിരുന്നു, നീ പാട്ട് കേട്ടുകൊണ്ടിരുന്നു, ബാങ്ക് കേട്ടില്ല, നീ പള്ളിയെ പോയില്ല. 5 വട്ടം അല്ലാഹു വിളിച്ചു. നിസ്കരിക്കാൻ പാടാണ്, വിളിച്ചിട്ട് പോയോ? പോയില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ ഉണ്ടാവും? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യമാണോ നിസ്കാരം? അസ്സലാത്തു മർദാത്തുൻ ലിറബ്ബി തബാറക വ തആല. സഹോദരാ, 5 നേരത്തെ നിസ്കാരം അത് അല്ലാഹുവിന്റെ സംതൃപ്തി കരഗതമാക്കാനുള്ളതാണ്. മർദാത്തുൽ ലിറബ്ബിൽ ആലമീൻ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ സംതൃപ്തി നിനക്ക് സമ്പാദിക്കണമെന്നുണ്ടോ? 5 നേരം കൃത്യമായി നിസ്കരിക്കണേ സഹോദരാ. നാട്ടുകാരുടെ സംതൃപ്തിക്കല്ല. പള്ളിയിലൊക്കെ കയറുമ്പോൾ ചില ആളുകൾക്കെങ്കിലും, പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോകുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു വിചാരം ഉണ്ടാവും. എന്താണ് ആ വിചാരം? ഞാൻ ആമുഖമായിട്ട് തന്നെ പറയാണ്, ആ വിചാരമൊക്കെ മാറ്റി വെക്കണം നമ്മൾ. ഞാൻ എന്നോട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ആത്മവിചാരണ നടത്താൻ പറയുന്നു. സാധാരണ ഒരു ചെറിയൊരു പിഴ, ഒരു മിസ്റ്റേക്ക്, ഒരു നെഗറ്റീവ് മൈന്യൂട്ട് പോയിന്റ് നമ്മുടെ കൽബിൽ എന്താണ്? ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ 5 നേരവും കൃത്യമായിട്ട് പള്ളിയിൽ പോയി ഇമാമിന്റെ പുറകെ നിസ്കരിക്കും. ഈ ഒരു വിചാരം, സുബ്ഹാനല്ലാഹ്, നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ തോറ്റുപോകും. നോമ്പ് നോറ്റും നിസ്കരിച്ചും നടന്നതിൽ ബലം കിട്ടൂല. നോട്ടം തെല്ല് പിഴച്ചു പോയാൽ ആരും മുസൽമാനാവൂല, ആരും മുസൽമാനാവൂല. നോമ്പ് നോറ്റും നിസ്കരിച്ചും നടന്നതിൽ ബലം കിട്ടൂല. നോട്ടത്തില് പിഴച്ചു പോയാൽ ആരും മുസൽമാനാവൂല, ആരും മുസൽമാനാവൂല. ആർക്കു വേണ്ടിയാ നിസ്കരിക്കുന്നത് സഹോദരാ? അല്ലാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് സഹോദരാ. വജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാ والأرض صيرني حنيفا مسلما إن صلاتي ونسكي ثم محياي ومماتي لك اللهم. എന്റെ
ജീവിതം പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്. എന്റെ ചലനങ്ങൾ തമ്പുരാനെ നിനക്ക് വേണ്ടിയാണ്. എന്റെ വിചലനങ്ങൾ പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്. എന്റെ ജീവിതം അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്. എന്റെ മരണം പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ കയറി നിന്നിട്ട് പടച്ചവന്റെ മുന്നിൽ നിൽക്കുന്ന മുസൽമാൻ അവനോട് പ്ലഡ്ജ് നടത്തുകയാണ്, പ്രതിജ്ഞ നടത്തുകയാണ്. ആ സമയത്ത് സഹോദര, എന്റെയും മൊബൈൽ ഫോണിനകത്തളത്തിൽ ഏതോ തോന്നിവാസത്തിന്റെ വീഡിയോസുകളുണ്ടോ സഹോദര? ആ നിസ്കാരം കാപട്യത്തിന്റെ നിസ്കാരമായി പോകും. കാരണം പടച്ചവനോട് പ്രതിജ്ഞ നടത്തുകയാണ്. പടച്ചവനോട് പ്രതിജ്ഞ നടത്തുകയാണ്. പടച്ചവനെ, ഇന്നാ സ്വലാത്തി വാനുസൂകി തുമ്മ മഹയായ വമമാതി ലകല്ലാഹുമ്മ. എന്റെ ജീവിതമാർക്കാണ് പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്. എന്റെ മരണമാർക്കാണ് പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്. എന്റെ ചലനങ്ങളാർക്ക് വേണ്ടിയാണ് പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്. ഇത് പറയുന്ന നേരത്തെ സഹോദര, നിന്റെ മൊബൈൽ ഫോണിന്റെ അകത്തളത്തിൽ അല്ലാഹുവിന് വിരുദ്ധമായതുണ്ടെങ്കിൽ നിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? പടച്ചവനോട് പറയാണ്, പ്രതിജ്ഞ നടത്തുവാണ്. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ചലനങ്ങൾ, എന്റെ നിശ്ചലനങ്ങൾ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിനകത്ത് തോന്നിവാസം കിടക്കുകയാണെങ്കിൽ നമ്മൾ അല്ലാഹുവിനെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള നിസ്കാരത്തിന് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടോ? തൃപ്തിയില്ല. മാത്രമല്ല, നിസ്കരിക്കുന്നവനെ വഹുബ്ബുൽ മലായിക, അവനെ മലക്കുകൾ സ്നേഹിക്കുകയാണ്. തഖ്വയോടെ ഇഖ്ലാസോടെ പടച്ചവന്റെ സംതൃപ്തിക്ക് വേണ്ടി നിസ്കരിക്കുന്ന സഹോദര, നീ അങ്ങനെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ റബ്ബുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളുടെ സ്നേഹം നിനക്ക് ലഭിക്കുന്നതാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ വസുന്നത്തുൽ അംബിയാ, അത് അംബിയാക്കളുടെ സുന്നത്താണ്. ഓരോ പ്രവാചകന്മാർക്കും നിസ്കാരം ഉണ്ടായിരുന്നു. ഉമ്മത്തികൾക്ക് അല്ലാഹു ഫർളാക്കി തന്നു. മാത്രമല്ല, വനൂറുൽ മഅരിഫ, നിസ്കാരം എന്ന് പറഞ്ഞാൽ നിനക്കത് മഅരിഫത്തിന്റെ വെളിച്ചമാണ്. നിസ്കാരമുള്ളവന്റെ മുഖവും നിസ്കാരമില്ലാത്തവന്റെ മുഖവും രണ്ടും രണ്ടാണ്. നിസ്കാരമുള്ളവന്റെ മുഖത്തൊരു പ്രഭയുണ്ടാകും, നിസ്കാരമുള്ളവന്റെ മുഖത്തൊരു പ്രകാശമുണ്ടാകും. നിസ്കാരമില്ലാത്തവന്റെ മുഖത്ത് ആ പ്രകാശമുണ്ടാവില്ല. നിസ്കാരമുള്ളവന്റെ മുഖത്ത് നിസ്കാരം വഅസുലുൽ ഈമാൻ, അത് വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്നതാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്, അവന്റെ അടിസ്ഥാനമാണ്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് സഹോദരാ നിസ്കാരം. വൈജാബത്തു ദുആ, നിന്റെ ദുആയ്ക്ക് നിനക്കുത്തരം കിട്ടണമെന്നുണ്ടോ? നിന്റെ ദുആയ്ക്ക് നിനക്കുത്തരം കിട്ടണമെന്നുണ്ടോ? കൃത്യമായി നീ നിസ്കാരം പുലർത്തിയാൽ അല്ലാഹു നിന്റെ ദുആയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. വഖബൂലുൽ അഅമാൽ, പോരാ, നിന്റെ അമലുകൾക്ക് അല്ലാഹുവിങ്കൽ സ്വീകാര്യത ലഭിച്ചു എന്നതിന് തെളിവാണ് നീ കൃത്യമായ നിസ്കാരക്കാരനാകുന്നത്. വല്ലപ്പോഴൊക്കെ നിസ്കരിക്കുള്ളൂ നീ മനസ്സിലാക്കണം, നിന്റെ അമലുകളൊന്നും
പടച്ചോൻ സ്വീകരിക്കണില്ല. നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ പ്രൂഫ് എവിടാണ്? നിന്റെ നിസ്കാരം കൃത്യമാണോ? നിന്റെ നിസ്കാരം കൃത്യസമയത്താണോ? നീ കൃത്യമായി നിസ്കാരം പുലർത്തുന്നവനാണെങ്കിൽ നിന്റെ ആഹാരത്തിൽ ബറക്കത്തുണ്ടാകും. നിന്റെ ആഹാരത്തിൽ ബറക്കത്തുണ്ടാകും. വറാഹത്തുൽ അബ്ദാൻ, നിന്റെ ശരീരത്തിനൊരു പ്രത്യേക സുഖമുണ്ടാകും, ഒരു ഐശ്വര്യമുണ്ടാകും, ഒരു പ്രൗഢി ഉണ്ടാകും, ഒരു സമാധാനമുണ്ടാകും. മനുഷ്യ, നിന്റെ മനസ്സിന് ശാന്തി വേണോ? നീ പാർക്കിലും ബീച്ചിലും വീഗാലാൻഡിലും കൊടൈക്കനാലിലും ബേക്കൽ ഫോർട്ടിലും എല്ലാം പോയിരുന്നാൽ നിനക്ക് മനസ്സമാധാനം കിട്ടണമെന്നില്ല. പക്ഷേ കൃത്യമായി നിസ്കരിച്ചാൽ ആ നിസ്കാരം വറാഹത്തുൽ അബ്ദാൻ, നിങ്ങളുടെ ശരീരങ്ങൾക്ക് അത് സമാധാനമാണ്, അത് ശാന്തിയാണ്, അത് സന്തോഷമാണ്, അത് ആഹ്ലാദമാണ്. നിന്നെ വകവരുത്താൻ ഇറങ്ങി പുറപ്പെടുന്ന ശത്രുക്കളില്ലേ? നിന്റെ മാനസികമായ ശത്രുക്കൾ, നിന്റെ പ്രകടരായ ശത്രുക്കൾ, നിന്റെ ദുനിയാവിലെ ശത്രുക്കൾ, നിന്റെ ആഖിറത്തിലെ ശത്രുക്കൾ, അവരോട് പടയോട്ടം നടത്താനുള്ള ആയുധമാണ് സഹോദര, സഹോദരീ നിസ്കാരം. നിന്റെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള നിന്റെ ശത്രുക്കളോട് പടപൊരുതാൻ നിന്റെ കൈവശമുള്ള മൂർച്ചയേറിയ ആയുധമാണ് നിസ്കാരം. നിസ്കാരം ചെറുതല്ല. നീ കൃത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ പിശാച് നിന്നെ വെറുത്തിട്ട് മടുത്തിട്ട് പോകും. പിശാചിന് നിന്നോട് മടുപ്പായിരിക്കും. അവന്റെ പിറകെ പോയിട്ട് കാര്യമില്ല, അവനെ ഇങ്ങനെ തെറ്റിക്കാൻ വെച്ചാൽ കാര്യമില്ല. കൃത്യമായിട്ട് ചങ്ങാതി നിസ്കരിക്കുക. കാരണം ഒതു കൊടുക്കുമ്പോൾ ശൈത്താൻ എടുത്തിരിക്കാൻ പറ്റുള്ളൂ. ഒതു കൊടുത്താൽ ശൈത്താൻ ഇഷ്ടമല്ല. നമ്മൾ ഖുർആൻ ഓതുന്നത് ശൈത്താൻ ഇഷ്ടമല്ല. അല്ലാഹു അക്ബർ എന്ന് വാങ്ക് വിളിക്കുന്നത് ശൈത്താൻ ഇഷ്ടമല്ല. ഇഖാമത്ത് കേൾക്കുന്നത് ശൈത്താൻ ഇഷ്ടമല്ല. അപ്പൊ ശൈത്താൻ അനിഷ്ടമായ കാര്യങ്ങൾ മുഴുവനും മേളിക്കുകയാണ് നിസ്കാരത്തിൽ. അതുകൊണ്ട് ശൈത്താൻ ഒരു നമ്മളെടുത്ത് ശൈത്താൻ. കാരണം എന്താ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ശൈത്താൻ നിസ്കാരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിൽ മുസല്ലീൻ, വൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകമുണ്ട് നിസ്കാരക്കാരായ ആളുകൾക്ക്. സ്പെഷ്യലൈസ്ഡായി അല്ലാഹു സ്പെഷ്യലായി തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകം. വൈൽ ആർക്കാണത്? നിസ്കാരക്കാർക്കാണ്. ഏത് നിസ്കാരക്കാർക്ക്? ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള പോലത്തുള്ള നിസ്കാരക്കാർക്ക്. ആ നിസ്കാരക്കാരെ ശൈത്താന് ഇഷ്ടമാണ്. ശൈത്താൻ എപ്പോഴും വന്നിട്ട് പറയും ഐ ലവ് യു, ഐ ലവ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഇങ്ങോട്ട് വാ, പെട്ടെന്ന് പെട്ടെന്ന് ഒന്നുകൂടെ, പെട്ടെന്ന് മൂത്രം ഒഴിച്ച് കഴിവാൻ പോലും ഇല്ല. അതാണ് തിരക്കാണ്. അങ്ങനെയുള്ള നിസ്കാരക്കാരെ പിശാചിന്റെ ഇഷ്ടം പോരാ. وشفيع بين صاحبها بين ملك الموت عزرائيل. നല്ല നിസ്കാരക്കാരനായ സഹോദര, ആ നിസ്കാരം നിനക്കും നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇടയിൽ ഒരു ശഫീആയി, ശുപാർശകനായി നിസ്കാരം നിലകൊള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ. സംഭവമാണ്. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ ആരും
വിറവിറച്ചു പോണ നിമിഷമാണ്. ആരും അല്ലാഹു പഠിച്ചോൻ കാക്കട്ടെ സഹോദരങ്ങളെ, ഭയങ്കര രംഗമാണ്, മരണത്തിന്റെ രംഗം. അപ്പോൾ നല്ല നിസ്കാരക്കാരനാണെങ്കിൽ ആ നിസ്കാരക്കാരന് ഇസ്രായേലിന്റെ ഇടയിലും അദ്ദേഹത്തിന്റെ ഇടയിലും ഷഫീആയി ശുപാർശകനായി നിസ്കാരമുണ്ടാകുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. വസിറാജുൻ ഫീ ഖബരിഹി അവന്റെ ഖബറിന്റെ അകത്തളത്തിൽ അതൊരു വിളക്കുമാടമായി പ്രകാശം ചൊരിക്കും നിസ്കാരം. കാരണം ഖബറിന്റെ അകത്തളത്തിൽ ഇരുട്ടിനാൽ പെയിന്റിട്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം ആളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണു സമാന. ഇരുട്ടിനാൽ പെയിന്റിട്ട ഖബറ് ഓരോ പലകായും ഇങ്ങനെ വെക്കും. അപ്പൊ കാണാം കുറച്ച് വിടവ് ആ വിടവിലൂടെ പ്രകാശം അകത്തേക്ക് കയറുവാണ്. അപ്പോഴത്തേക്ക് ആളുകൾ ഇവിടെ വിടവ് കിടക്കുന്ന ആ കല്ലും കടിച്ചോണ്ട് അപ്പൊ ആ ചെടി ഇങ്ങ് പൊട്ടിച്ചുകൊണ്ടുവാ. എന്തോത്തിനാ? ആ വിടവിന്റെ അവിടെ ഇടാൻ. എന്നിട്ട് കല്ലോ ചെടിയോ ഒക്കെ വെച്ച് ആ വിടവും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി പ്രകാശം പോലും അവന്റെ ഖബറിന്റെ അകത്തളത്തിലേക്ക് കടക്കൂല. എന്നാലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകളുടെ ഖബറിൽ പ്രകാശമുണ്ടാകും, വിളക്കുണ്ടാകും, സിറാജ് വിളക്കുണ്ടാകും. അവരാരാണ്? കൃത്യമായ നിസ്കാരം ജീവിതത്തിൽ പുലർത്തിയ ആളുകളാണ്. അവരുടെ ഖബറിൽ നിസ്കാരം വസിറാജുൻ ഫീ ഖബരിഹി അവരുടെ ഖബറിന്റെ അകത്തളത്തിൽ നിസ്കാരം വിളക്കായി പ്രകാശം ചൊരിക്കുന്നതാണ്. വഫിറാശുൻ തഹ്ത ജംബിഹി അവരുടെ ഖബറിന്റെ അകത്തളത്തിൽ വെളിച്ചം മാത്രമല്ല, പിന്നെയോ അതൊരു മനോഹരമായ നല്ല സോഫ്റ്റായ മൃദുലമായ നൈർമല്യമുള്ള വിരിപ്പായി മെത്തയായി ആ നിസ്കാരം അവന്റെ ഖബറിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ആലോചിച്ച് നോക്ക്. മാത്രമല്ല ഒരുപാടാണ് നിസ്കാരം. വജവാബുൻ ലിമുൻകരിൻ വനകീർ അലൈഹിസ്സലാം. മുൻകർ നകീർ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറി വരും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇസ്ലാമുക വമാ ഇമാമുക. തെമ്മാടിയായ മനുഷ്യൻ അന്നേരത്തെ രണ്ട് കൈയും തലയെ വെച്ചിട്ട് പൊട്ടി കരഞ്ഞ് നിലവിളിക്കും. എന്നാൽ കൃത്യമായ നിസ്കാരം പുലർത്തി ജീവിച്ചവൻ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമ ദീനി അൽ കഅബത്തു ഖിബ്ലതി വൽ മുഅ്മിനൂന ഇഖ്വാനി. ഓരോന്നോരോന്നായി മറുപടി പറയും. അന്നേരത്ത് വജവാബുൻ ലിമുൻകരിൻ വനകീർ അലൈഹിമുസ്സലാം. ആ രണ്ടു മലക്കുകൾക്ക് ജവാബ് പറയാൻ വിശുദ്ധമായ നിസ്കാരം നിന്നെ സഹായിക്കും സഹോദരാ. വമൂനിസും ഫീ ഖബരിഹി അവന്റെ ഖബറിന്റെ അകത്തളത്തിൽ ഒരു കൂട്ടുകാരൻ കടന്നു വരും. സുമുഖനായവൻ, സുന്ദരനായവൻ, കാണാൻ നല്ല ഗ്ലാമറുള്ള ഒരാൾ. അയാൾ
കടന്നു വന്നിട്ട് ഖബറാളിയോട് സലാം പറയും. അസ്സലാമു അലൈക്കും, സുഖമാണോ? വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, സങ്കടപ്പെടണ്ട. നിന്റെ ഖബറിൽ ഞാനുണ്ട് കൂട്ടായി. ആരാണോ നീ? ആരും കൂട്ടിനില്ലാത്ത ആറടി മണ്ണിന്റെ അകത്തളത്തിൽ കടന്നെനിക്ക് തുണയായ നീ ആരാണ്? നല്ല സുഗന്ധമുള്ള മനുഷ്യൻ, പരിമളം വീശിയടിക്കുന്ന മനുഷ്യൻ, പ്രകാശമാനമായ മുഖമുള്ള മനുഷ്യൻ, അയാൾ ആരാണ്? സഹോദരാ, കൃത്യസമയത്ത് തഖ്വയോടെ ഇഖ്ലാസോടെ നീ അനുഷ്ഠിച്ച നിസ്കാരമാണ്. വമൂനിസും ഫീ ഖബരിഹി, നിന്റെ ഖബറിന്റെ അകത്തളത്തിൽ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെയും നിന്റെ ഖബറിൽ നിനക്ക് തുണയായി, തണിയായി, കൂട്ടായി, നിനക്ക് സന്തോഷം തന്ന് നിന്നെ സമാധാനിപ്പിച്ച് നിസ്കാരം കൂടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇസ്രാഫീൽ സൂറദിലൂതൂലെ അന്ന് ഈ ലോകമാകെ തകരൂലേ. ഇറയവൻ മുമ്പിലാണായോലെ അന്ന് എരിപോരിക്കൊള്ളും ദീനമല്ലേ. അവസാന നിമിഷം വരെ എന്നാൽ ഖിയാമത്ത് നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ പരലോകത്ത് ചുട്ടുപൊള്ളുന്ന തിളച്ചുമറിയുന്ന ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ഭീകരമായ സമയമുണ്ട്. പരലോകത്തെ സമയം പാപി ഞാൻ തേടിയിടുന്നേ, പാടിപ്പുകഴ്ത്തിയിടുന്നേ, കോനേ ഞാനേ പരിതാപ കണ്ണീർ തൂവി, ഞാനേ കോനേ പരിതാപ കണ്ണീർ തൂവി, ഞാനേ മഹേശ്വര സഭയെല്ലാം ഒരുമിച്ചു കൂടിയിടുമ്പോൾ, മഹേശ്വര സഭയിൽ നാം ഒരുമിച്ചു കൂടിയിടുമ്പോൾ, മനം പൊട്ടിയ നഫ്സി എന്ന് വിളിച്ചിടുമ്പോൾ, ഒന്നായിട്ടടി മൂടി കൊടും ചൂടിലണയുമ്പോൾ ആരാണ്? എന്നാൽ അവിടെ സഹോദരാ, നിനക്കു മേലെ തണൽ വിരിച്ച് നിഴലായി നിസ്കാരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ, നിനക്ക് കിരീടമായിട്ട് നിസ്കാരമുണ്ടാകും. നിന്റെ ശരീരമിൽ പളപളാ മിന്നുന്ന പട്ടുവസ്ത്രമായി നിസ്കാരം നിനക്ക് നാളെ ഉണ്ടാകും. നീ നടക്കുമ്പോൾ നിന്നോടൊപ്പം ഒരു പ്രകാശം നടക്കുകയാണ്. നീ ഇരിക്കുമ്പോൾ നിന്നോടൊപ്പം ഒരു പ്രകാശം ഇരിക്കുകയാണ്. നീ സഞ്ചരിക്കുമ്പോൾ നിന്നോടൊപ്പം ഒരു പ്രകാശം സഞ്ചരിക്കുകയാണ്. നാളെ പരലോകത്ത് നിനക്ക് പ്രകാശമായി നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന, യാത്ര ചെയ്യുന്ന പ്രകാശമായി നിസ്കാരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ,
വസിത്ര ബൈനഹു വബൈനൻ നാർ. ഭീകരമായ ഭീതിതമായ ഭീകൽസമായ നാരകീയ അഗ്നി നിന്നെ സ്പർശിക്കുകയില്ല. നിനക്ക് അല്ലാഹു നരകം ഹറാമാക്കും, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം വാജിബാക്കും. എപ്പോൾ നീ കൃത്യമായി നിസ്കാരം അതിന്റെ മുറ പോലെ വേണ്ട നിലയ്ക്ക് അനുഷ്ഠിക്കുന്നവനാണോ? നിനക്കിടയിൽ നരകത്തിനിടയിൽ ഒരു മറയായി